അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മൈഗ്രെയിൻ തലവേദന എങ്ങനെയാണ് തിരിച്ചറിയുക എന്നുള്ളതല്ലായിരുന്നോ? ഇന്ന് ഞാൻ പറയണത് മൈഗ്രെയിൻ തലവേദന വന്നു കഴിഞ്ഞാൽ എത്ര പ്രായമുള്ള കുട്ടികൾക്ക് മുതൽച്ചിട്ട് ഈ എണ്ണ യൂസ് ചെയ്യാമെന്നുള്ളൊരു സംശയമുണ്ട് എല്ലാവർക്കും. കുറേ ആൾക്കാർ നമ്മളോട് വിളിച്ച് ചോദിക്കണതാണ്, എൻ്റെ കുട്ടിക്ക് 3.5 വയസ്സേ ആയിട്ടുള്ളൂ, എൻ്റെ കുട്ടിക്ക് നല്ല തലവേദന ഉണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ എൻ്റെ കുട്ടിക്കുണ്ട്, അപ്പോൾ മൈഗ്രെയിൻ തലവേദന ആണെന്ന് തോന്നുന്നു, ഡോക്ടറെ കാണിച്ചപ്പോഴും പറഞ്ഞ മൈഗ്രെയിൻ തലവേദന എന്നാണ്, അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഇടാൻ പറ്റുമോ? അതേമാതിരി ചിലർ വിളിച്ച് ചോദിക്കും, ഞാൻ ഗർഭിണിയാണ്, അപ്പോൾ എനിക്കിത് ഇടാൻ പറ്റുമോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അവർക്കുള്ള സംശയമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയണത്. എന്ന് വെച്ചാൽ എല്ലാ പ്രായമുള്ള ആൾക്കാർക്കും ഈ മരുന്ന് യൂസ് ചെയ്യുക, ഇതിനൊരു കുഴപ്പമില്ല. കാരണം നമ്മൾ ഉള്ളിലേക്ക് കഴിക്കണ ഒരു മരുന്നൊന്നല്ലല്ലോ, നമ്മളൊരു എണ്ണ കാച്ചിട്ട് അത് തേക്കുകയാണ്. അപ്പോൾ 1 വയസ്സ് മുതൽച്ചിട്ട് 150 വയസ്സ് വരെ ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. 150-ലേറെപ്പം നമ്മളതിൽ പോകില്ല എന്തായാലും, നമുക്ക് ഉറപ്പല്ല. അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ പറയുന്നത്, 150 വയസ്സ് വരെ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പ്രായമുള്ള ആൾക്കാർക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ അതുപോലെ ഗർഭിണികൾക്ക് തന്നെ ഇതിലൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. കാരണം ഞാനിതിൽ ഒരു കെമിക്കലോ ഒരു കാര്യങ്ങളോ ഒന്നും നമ്മൾ കൂട്ടണില്ല, വെറും പച്ചമരുന്ന്, പിന്നെ അതുപോലെ തന്നെ ആടിൻ്റെ തല അങ്ങനെയൊക്കെ ഇട്ട് കുറച്ച് ഇട്ടുകൊണ്ടുള്ള കാച്ചണ ഒരു എണ്ണയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഗർഭിണികൾക്ക് യൂസ് ചെയ്യുക, പിന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ളവർക്കാണെങ്കിലും യൂസ് ചെയ്യുക, അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതുപോലെ പിന്നെ ചിലവർ നമ്മളോട് ചോദിക്കലുണ്ട്, ഇതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ മുടിക്കുണ്ടാവുമോ അങ്ങനെയൊക്കെ ചോദിക്കലുണ്ട്. നമ്മൾ ഈ എണ്ണ തേച്ച് കണിച്ചിട്ട് മുടി കൊയ്യേ അതുപോലെ താരൻ കൂടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചില ആളുകൾ നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കും, അല്ലെങ്കിൽ വിളിച്ച് ചോദിക്കണേ, ഞാൻ ഇതിട്ട് കുറച്ചാണ് തുടങ്ങിയപ്പോൾ ഇതിന് നല്ല താരം പൊന്തിയത്. അതെന്താണെന്ന് വെച്ചാൽ ഉള്ളിലുള്ള താരം മൊത്തം പുറത്തേക്ക് ചാടും. അപ്പോൾ അത് കണ്ട് നിങ്ങൾ പേടിച്ചിട്ട് നിർത്തരുത് ഈ എണ്ണ. കാരണം ഒരു പറയുന്നുണ്ട് തലവേദന നമുക്ക് കുറഞ്ഞു പക്ഷെ താരം കൂടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഉള്ളിലുള്ള താരന് പുറത്തേക്ക് ചാടിയിട്ട് 1 മാസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ അങ്ങോട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ താരൻ അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അത് കാണുമ്പോൾ പേടിച്ച് നിർത്തരുത്. അതുപോലെ മുടി കൊയ്യുണ്ടെങ്കിലും അതിൻ്റെ വേരിന് കംപ്ലൈൻറ്റ് വന്ന മുടികളാണ്, നമ്മുടെ ശരീരത്തിൽ സംഭവം മുടിയുണ്ട്, അപ്പോൾ നമ്മൾ ഈ ആർക്കും ഇത് മുടി നിന്ന്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കംപ്ലൈൻറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അത് നമ്മൾ ഈ എണ്ണ തട്ടുമ്പോൾ പുറത്തേക്ക് പോകും. പക്ഷേ പിന്നീട് മുടികൾ നല്ല ബലം വന്ന് നല്ല ഉഷാറായിട്ട് നമുക്ക് മുടി വരും. ആദ്യം കംപ്ലൈൻറ്റുള്ള മുടി മാത്രമേ പോവുള്ളൂ, അല്ലാത്ത മുടികളൊന്നും ഇതുകൊണ്ട് പോവുകയിരിക്കും ഒന്നും ചെയ്യില്ല. അത് കണ്ടുങ്ങാളും നിങ്ങൾ പേടിച്ച് എണ്ണ നിർത്തുക ഒന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എണ്ണ 1 മാസം അല്ലെങ്കിൽ 1.5 മാസം നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതിൻ്റെ മാറ്റം. ഫുള്ളായിട്ട് താരം നിന്നിട്ടുണ്ടാവും, മുടി കൊഴിച്ചിൽ നിന്നിട്ടുണ്ടാവും. അതുപോലെ ഉറക്കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നല്ല ഉഷാറായിട്ട് അതായത് കൂടുതൽ ഉറങ്ങുന്നല്ല, എന്നാൽ നമ്മളെ ഒരു മനുഷ്യന് ശരാശരി ഒരു ഉറക്കുണ്ടല്ലോ ഒരു ദിവസം, ആ ഒരു ഉറക്കം എന്തായാലും നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നങ്ങളോ ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇതിലുണ്ടാവില്ല. അത് പേടിച്ചുകളുണ്ട്. ഫസ്റ്റ് കാണുന്ന ചിലർക്ക് അതുമായി തന്നെ ഒരു 2 ദിവസം അത്യാവശ്യം നല്ല വേദന ഉണ്ട്, തലവേദന, പിന്നീട് കുറഞ്ഞു എന്ന് പറയണ്ടേ. അപ്പോൾ ആ 2 ദിവസത്തെ തലവേദന ഉണ്ടാവുമ്പോഴും നമ്മൾ പേടിക്കരുത്. ചിലവർക്കേ ഉള്ളൂ, എല്ലാവർക്കും ഇല്ല. ഒരു 100%-ൽ 90% ആൾക്കാർക്കും പെട്ടെന്ന് മാറുന്നു ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു 10% ആൾക്കാർക്ക് നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ അത് കാണുമ്പോൾ തന്നെ പെട്ടെന്നില്ല ആൾക്കാർ നിർത്തുന്നുണ്ട്. അപ്പോൾ അത് നിർത്തണ്ടെന്നുള്ള ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയണത്. പിന്നെ 2 ദിവസമൊക്കെ ഉണ്ടായിട്ട് പിന്നെ അങ്ങോട്ട് കുറഞ്ഞിങ്ങാണ്ട് സ്റ്റോപ്പ് ആവുകയാണെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ പിന്നെ അതുപോലെ ചിലർ പറയുന്നുണ്ട് നമ്മളോട് കുറച്ച് ഇടയ്ക്കൊക്കെ ഒന്നും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ എത്ര ദിവസമായി? 7 ദിവസമായിട്ടുള്ളൂ. 7 ദിവസത്തിൻ്റെ ഉള്ളിലായിട്ടൊക്കെ എന്തായാലും നിങ്ങളെ മൈഗ്രെയിൻ വരാതിരിക്കില്ല ഇത് തേക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതൊരു
ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ഉള്ളിലേക്ക് മരുന്ന് കയറണില്ല, ഒരു ഗുളിക കഴിച്ചിട്ട് ഉള്ളിലേക്ക് മരുന്ന് ഇതാവണില്ല, ഒന്നുമല്ല. നമ്മൾ ഈ എണ്ണ തേച്ച് അതിലുള്ള മരുന്ന് ജസ്റ്റ് പിടിച്ച് വരണ്ടേ. അപ്പോൾ ആ പിടിച്ചതിൻ്റെ ഉള്ളിലായിട്ടൊക്കെ നിങ്ങളതായ മൈഗ്രെയിൻ ചിലപ്പം വരും, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. പക്ഷെ അത് പിടിച്ച് കഴിഞ്ഞാൽ ഒരു 15 ദിവസമൊക്കെ എന്തായാലും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും സ്റ്റോപ്പായിട്ട് നിങ്ങളെ തലവേദന നിൽക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മളെ മൈഗ്രെയിൻ മാറൂലേ എന്നൊന്നും വിചാരിക്കേണ്ട. കാരണം മൈഗ്രെയിൻ മാറും, പക്ഷേ നമ്മളെ എണ്ണ പിടിച്ചൊന്ന് കിട്ടണം. അതുവരേക്കും ഒരു ക്ഷമ നമ്മൾ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാ നാളെ നമുക്ക് വീണ്ടും വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.